നമ്മൾ ഇന്ന് കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയില് നമ്മൾ യൂണിറ്റുകളും അളവുകളും എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. യൂണിറ്റുകളും അളവുകളും എന്ന് പറയുന്ന പോർഷന്റെ രണ്ടാമത്തെ ഭാഗത്തിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് യൂണിറ്റുകളെന്നും എന്താണ് സ്കെലാർ വെക്റ്റർ, എന്താണ് ഈ പറയുന്ന മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ് വരെയാണ് നമ്മൾ നോക്കിയത്. സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ലെന്തിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. സോ ഈ പറയുന്ന യൂണിറ്റുകളും അളവുകളിലും നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ് ലെന്ത്. സോ നമുക്ക് ഈ പറയുന്ന ലെന്ത് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമ്മൾ എല്ലാവരും സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. സോ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന സ്കെയിലുകൾ നമ്മൾ പണ്ട് സ്കൂളുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് 15 സെന്റിമീറ്ററിന്റെ സ്കെയിലാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്കെയിലുണ്ട് 30 സെന്റിമീറ്ററിന്റെ ഒരു സ്കെയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ എങ്ങനെയാണ് നമ്മൾ ഈ 15 സെന്റിമീറ്ററിന്റെ സ്കെയില് അല്ലെങ്കിൽ 30 സെന്റിമീറ്ററിന്റെ സ്കെയില് ഡിസൈൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഒരു മാതൃകാ രൂപം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് എവിടെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഫ്രാൻസിലുള്ള അന്താരാഷ്ട്ര അളവുതൂക്ക ബ്യൂറോയിലെ 90% പ്ലാറ്റിനവും 10% ഇറിഡിയവും ചേർത്ത് നിർമ്മിച്ച് 0°C നമ്മൾ ഒരു മാതൃകാ ദണ്ഡ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ മാതൃകാ ദണ്ഡിന്റെ 2 മാർക്കിങ്സ് ഉണ്ട്. ഈ 2 മാർക്കിങ്സിന് ഇടയിലുള്ള അകലമാണ് നമ്മൾ 1 മീറ്റർ എന്ന് പറയുന്നത്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ലോകത്തിലുള്ള എല്ലാ 1 മീറ്റർ സ്കെയിലുകളും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലെന്തിന് പറയാൻ പറ്റിയ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്, അതിൽ 1 മീറ്റർ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ശൂന്യതയിൽ കൂടെ പ്രകാശം 1/299979245 സെക്കൻഡ്സ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് നമ്മൾ 1 മീറ്റർ ആയിട്ട് കരുതുന്നത്. സോ ഈ 1 മീറ്റർ എന്നുള്ളതിന് 2 രീതിയിൽ പറയാം. ഒന്ന് ഈ മാതൃകാ ദണ്ഡം, മറ്റൊന്ന് പ്രകാശം 1/299979245 സെക്കൻഡ്സ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് നമ്മൾ 1 മീറ്റർ എന്ന് നമ്മൾ പറയുന്നത്. ലെന്തുമായി ബന്ധപ്പെട്ട മറ്റ് ചില യൂണിറ്റുകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട ടേമാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ വാല്യൂവിനെ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ അളവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലീസ്റ്റ് കൗണ്ട് എന്ന് വിളിക്കുന്നത്. സോ എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും സ്മോളസ്റ്റ് റീഡിംഗ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. മറ്റൊരു യൂണിറ്റ് ആണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ പോയിന്റ് ഇത്രയേ ഉള്ളൂ, ദൂരം അളക്കാനാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉപയോഗിക്കുന്നത്. എന്ത് ദൂരം അളക്കാനാണ് എന്ന് ചോദിച്ചാൽ, സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള അകലം അളക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള ശരാശരി അകലത്തെയാണ് നമ്മൾ 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് ഏകദേശം 15 കോടി കിലോമീറ്ററിന് തുല്യമാണ്. സോ 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള ശരാശരി അകലമാണ്. ഇത് ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. ഇതിനെ മീറ്ററിലോട്ട് മാറ്റിയാൽ 1.496 ഇൻറ്റു 10⁻11 മീറ്റർ എന്ന് വരും. രണ്ടാമത്തെ ദൂരം അളക്കാനുള്ള ഒരു ഏകകമാണ് ലൈറ്റ് ഇയർ അല്ലെങ്കിൽ പ്രകാശവർഷം എന്ന് പറയും. എന്താണ് പ്രകാശവർഷം എന്ന് ചോദിച്ചാൽ, ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്രകാശവർഷം എന്ന് വിളിക്കുന്നത്. പ്രകാശം ശൂന്യതയിലൂടെ കടന്നു പോകുന്ന വേഗത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, 3 ഇൻറ്റു 10⁸8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ പ്രകാശം ഒരു വർഷം കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുമെന്ന് ചോദിച്ചാൽ അത് 9.46 ഇൻറ്റു 10⁻12 കിലോമീറ്റർ ആണ് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം. പ്രകാശവർഷം പൊതുവെ ഉപയോഗിക്കുന്നത് നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം അളക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പൊതുവെ നമ്മൾ എന്തുപയോഗിക്കുന്നത്, പ്രകാശവർഷം ഉപയോഗിക്കുന്നത്. നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം അളക്കാനാണ് പ്രകാശവർഷം പൊതുവെ ഉപയോഗിക്കുന്നത്. ദൂരം അളക്കാനുള്ള മറ്റൊരു ഏകകമാണ് പാർസെക് എന്ന് പറയുന്ന യൂണിറ്റ്. പാർസെക് ഉപയോഗിക്കുന്നത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല. പാർസെക് ഉപയോഗിക്കാറ്
രണ്ട് സോളാർ സിസ്റ്റംസ് തമ്മിലുള്ള അകലം അളക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് പാർസെക് എന്ന് പറയുന്നത്. രണ്ട് സോളാർ സിസ്റ്റംസ് തമ്മിലുള്ള അകലം അളക്കുവാനൊക്കെയാണ് പാർസെക്, അല്ലെങ്കിൽ രണ്ട് ഗാലക്സികൾ തമ്മിലുള്ള അകലം അളക്കുവാനൊക്കെയാണ് പാർസെക് ഉപയോഗിക്കുന്നത്. ഒരു പാർസെക് എന്ന് പറയുന്നത് 3.26 ലൈറ്റ് ഇയറിന് തുല്യമാണ് ഒരു പാർസെക് എന്ന് പറയുന്നത്. ഇത് ഏകദേശം 3.08 ഇൻറ്റു 10⁻16 മീറ്ററിന് തുല്യമാണ്. ഓക്കെ, സോ ഇതാണ് പാർസെക്. സോ ദൂരം അളക്കാനുള്ള വിവിധ യൂണിറ്റുകളായിരുന്നു അസ്ട്രോണമിക്കൽ യൂണിറ്റ്, ലൈറ്റ് ഇയർ, പാർസെക് എന്നൊക്കെ പറയുന്ന യൂണിറ്റുകൾ. അതുപോലെ ഒരു മൈൽ എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചാൽ 1.6 കിലോമീറ്റർ ആണ് ഒരു മൈൽ എന്ന് വെച്ചാൽ. ഒരു ഫാത്തം എത്രയാണെന്ന് ചോദിച്ചാൽ 6 ഫീറ്റ് ആണ് ഒരു ഫാത്തം എന്ന് വെച്ചാൽ. ഒരു ഫാത്തം എന്ന് വെച്ചാൽ 6 ഫീറ്റ് ആണ് ഒരു ഫാത്തം എന്ന് വെച്ചാൽ. ഓക്കെ അല്ലേ? സോ ഒരു ഫാത്തം എത്രയാണെന്ന് ചോദിച്ചാൽ ഒരു ഫാത്തം 6 അടിയാണ്. എങ്കിൽ എത്രയാണ് ഒരു അടി എന്ന് ചോദിച്ചാൽ ഒരു അടി എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്. ഒരു അടി എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 12 ഇഞ്ച് ആണ് ഒരു ഫീറ്റ് എന്ന് വെച്ചാൽ. ഒരു ഫീറ്റ് 30 സെന്റിമീറ്റർ അല്ലെങ്കിൽ 12 ഇഞ്ചാണ്. ഇതാണ് ലെന്തുമായി ബന്ധപ്പെട്ട വിവിധ യൂണിറ്റുകൾ. അടുത്തത് മാസുമായി ബന്ധപ്പെട്ട യൂണിറ്റുകളാണ്. മാസും ഇതുപോലെ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മാസ് നമ്മൾ ഡിസൈൻ ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതും ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവുതൂക്ക ബ്യൂറോയിൽ തന്നെയാണ്. ഇവിടെയും 90% പ്ലാറ്റിനവും 10% ഇറിഡിയവും ചേർത്ത് നിർമ്മിച്ച ഒരു ലോഹ സങ്കരമുണ്ട്. ഈ ലോഹ സങ്കരം ഇരിക്കുന്നത് ഒരു സിലിണ്ടറിക്കൽ രൂപത്തിലാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു സിലിണ്ടറിന്റെ മാതൃകയിലാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ സിലിണ്ടറിന്റെ മാസ് എന്ന് പറയുന്നത് 1 കിലോഗ്രാമിന് തുല്യമാണ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ലോകത്തിലുള്ള എല്ലാ 1 കിലോഗ്രാമിന്റെ, ഇപ്പൊ നമ്മൾ കടയിൽ സാധനം മേടിക്കാൻ പോകുമ്പോൾ 1 കിലോയുടെ തൂക്കുകട്ടയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതുപോലുള്ള തൂക്കുകട്ടകളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതും ഈ പറയുന്ന ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവുതൂക്ക ബ്യൂറോയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നമ്മുടെ ഇന്ത്യയിലെ ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലും ഇതിന്റെ ഒരു മാതൃകയൊക്കെ നമ്മൾ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട്. മാസുമായി ബന്ധപ്പെട്ട ചില യൂണിറ്റുകളാണ് ക്വിന്റല്, ടൺ എന്നൊക്കെ പറയുന്ന യൂണിറ്റ്. പൊതുവേ നമ്മൾ കേൾക്കാറുള്ളതാണ് ക്വിന്റലും ടണ്ണും ഒക്കെ. നമ്മൾ പത്രം വായിക്കുമ്പോൾ പത്രത്തിനകത്ത് കമ്പോള നിലവാരം എന്ന് പറയുന്ന പേജിലൊക്കെ നമ്മൾ പൊതുവെ ടണ്ണിലുള്ള വിലകളൊക്കെ കാണാറുണ്ട്. ഒരു ക്വിന്റൽ എത്രയാണെന്ന് ചോദിച്ചാൽ 100 കിലോ ആണ് ഒരു ക്വിന്റൽ എന്ന് വെച്ചാൽ. ഒരു ടൺ എത്രയാണെന്ന് ചോദിച്ചാൽ 1000 കിലോ ആണ് ഒരു ടൺ എന്ന് വെച്ചാൽ. ഒരു ക്വിന്റല് 100 കിലോ ആണ്, ഒരു ടൺ എന്ന് വെച്ചാൽ 1000 കിലോ ആണ്. നമുക്കറിയാം ഒരു കിലോ എത്ര ഗ്രാം ആണെന്ന് ചോദിച്ചാൽ 1000 ഗ്രാം ആണ് ഒരു കിലോ എന്ന് പറയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അടുത്ത പ്രധാനപ്പെട്ട യൂണിറ്റ് ആണ് ടൈം എന്ന് പറയുന്ന യൂണിറ്റ്. ടൈമുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സോളാർ ദിനം എന്ന് പറയും, അല്ലെങ്കിൽ സോളാർ ഡേ എന്ന് പറയും. എന്താണ് സോളാർ ഡേ എന്ന് ചോദിച്ചാൽ, ഒരു സോളാർ ദിനം എന്ന് പറയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് നട്ടുച്ച മുതൽ നാളെ ഉച്ചയ്ക്ക് നട്ടുച്ച വരെയുള്ള സമയത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോളാർ ദിനം എന്ന് വിളിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് നട്ടുച്ച മുതൽ നാളെ നട്ടുച്ച വരെയുള്ള സമയത്തെയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോളാർ ദിനം എന്ന് വിളിക്കുന്നത്. ഒരു സോളാർ ദിനം എന്ന് പറയുന്നത്, വൺ സോളാർ ഡേ എന്ന് പറയുന്നത് 24 മണിക്കൂറും 3 മിനിറ്റും 55 സെക്കൻഡും ചേരുന്നതാണ് ഒരു സോളാർ ദിനം. ഒരു സോളാർ ദിനം 24 മണിക്കൂർ 3 മിനിറ്റ് 55 സെക്കൻഡ് ആണ്. ഇത് ഏകദേശം 86636 സെക്കൻഡിന് തുല്യമാണ്. നമ്മളിത് റൗണ്ട് ഓഫ് ചെയ്ത് 864000 സെക്കൻഡ്സ് എന്ന് നമ്മൾ പഠിക്കും. 864000, 2 പൂജ്യമേ ഉള്ളൂ, 3 പൂജ്യം ഇല്ല, 2 പൂജ്യമേ ഉള്ളൂ. 864000 സെക്കൻഡ്സ് എന്ന് വിളിക്കും. ഇതാണ് ടൈമുമായി ബന്ധപ്പെട്ട സോളാർ ദിനം എന്ന് പറയുന്നത്. പഴയ കാലഘട്ടത്തിൽ നമ്മൾ സമയം നിർണ്ണയിക്കുവാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വസ്തുവുണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് നിഴൽ ഘടികാരങ്ങൾ എന്ന് നമ്മൾ പറയാറുണ്ട്. നിഴൽ ഘടികാരങ്ങളാണ് പണ്ട് നമ്മൾ സമയം നിർണ്ണയിക്കുവാനൊക്കെ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഇൻസ്ട്രുമെന്റ്. അതുപോലെ മറ്റു ചില യൂണിറ്റുകളോടെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഒരു കിലോമീറ്റർ എന്ന് വെച്ചാൽ എത്രയാണെന്ന് ചോദിച്ചാൽ, ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ് ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന സെന്റിമീറ്ററും മില്ലിമീറ്ററും മൈക്രോമീറ്ററും നാനോമീറ്ററും ഒക്കെ ഓർത്തു വയ്ക്കുക. ഒരു സെന്റിമീറ്ററിന് നമുക്ക് എഴുതുമ്പോൾ 10⁻² മീറ്റർ എന്ന് നമുക്ക് എഴുതാം. ഒരു മില്ലിമീറ്റർ എഴുതുമ്പോൾ അതിന് നമുക്ക് 10⁻³ മീറ്റർ എന്ന് എഴുതാം. ഒരു മൈക്രോമീറ്ററിനെ 10⁻⁻6 മീറ്റർ എന്ന് നമുക്ക് എഴുതാം. ഒരു നാനോമീറ്ററിനെ നമുക്ക് 10⁻⁹ മീറ്റർ എന്ന് നമുക്ക് എഴുതാം.
സോ ഒരു നാനോമീറ്റർ എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചാൽ 10⁻⁻9 മീറ്റർ ആണ്. ഒരു മൈക്രോമീറ്റർ 10⁻6 മീറ്റർ ആണ്. ഒരു മില്ലിമീറ്റർ 10⁻3 മീറ്റർ ആണ്. ഒരു സെന്റിമീറ്റർ 10⁻2 മീറ്റർ. അതുപോലെ വെയിറ്റുമായി മാസുമായി ബന്ധപ്പെട്ടുള്ളത് നോക്കുമ്പോൾ 1 മില്ലിഗ്രാമിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10⁻6 kg എന്ന് എഴുതാം. 1 ഗ്രാമിനെ നമുക്ക് 10⁻3 kg എന്ന് എഴുതാം. 1 ക്വിന്റലിനെ 10⁻2 kg എന്ന് എഴുതാം. 1 ടണ്ണിനെ 10⁻3 kg എന്ന് നമുക്ക് എഴുതാം. ഇത് മാസും ലെങ്തുമായി ബന്ധപ്പെട്ട ചില ക്വാണ്ടിറ്റീസ് ആണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ക്വാണ്ടിറ്റിയാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഡെൻസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഡെൻസിറ്റി എന്ന് വെച്ചാൽ മാസ് ബൈ വോളിയത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. എന്താണ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, മാസ് ബൈ വോളിയം. എന്താണ് മാസ് എന്ന് നമുക്ക് ആൾറെഡി അറിയാം. എന്താണ് വോളിയം എന്ന് ചോദിച്ചാൽ ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. ഇതിന് ബെസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിന്റെ പൗച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ആ മൊബൈൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് മൊബൈലിന്റെ കേസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതിന് ഒരു ലെന്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, അതുപോലെ ഒരു ഹൈറ്റ് ഉണ്ട്. ഈ 3 ഫാക്ടറുകളും ഉണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വോളിയം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. സാന്ദ്രത കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന വെള്ളത്തിൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, വെള്ളത്തിൽ ഇങ്ങനെ ആളുകൾ മുങ്ങിപ്പോകാതെ ഇങ്ങനെ ബോൾ എറിഞ്ഞ് കളിക്കുന്നതും, അതുപോലെ തന്നെ ഈ പറയുന്ന വെള്ളത്തില് ആളുകൾ നടന്നു പോകാൻ പറ്റുമെന്നൊക്കെ പറയാറുണ്ട്. പൊതുവെ അത് വേറൊന്നുമല്ല, പാലസ്തീനും ജോർദാനും ഇടയിലുള്ള ചാവുകടലിലാണ് ഈ ഒരു പ്രതിഭാസം ഉള്ളത്. അവിടുത്തെ ജലത്തിന്റെ സാന്ദ്രത കൂടുതലാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെയുള്ള 1 ലിറ്റർ ജലത്തില് ഏകദേശം 340 ഗ്രാം ഉപ്പിന്റെ അംശമാണ് കാണപ്പെടുന്നത്. എന്നാൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള നമ്മുടെ കടൽ ജലത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ അവിടെ വെറും 35 ഗ്രാം മാത്രമേ ഉപ്പിന്റെ അംശമുള്ളൂ. അതേസമയം ചാവുകടലിൽ എത്രയുണ്ട്? 340 ഗ്രാം ഉപ്പിന്റെ അംശമുണ്ട്. അതുപോലെ ഓയിലിന്റെയൊക്കെ സാന്ദ്രത, ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സാന്ദ്രത താഴോട്ട് പോകുന്തോറും കൂടിക്കൂടിയാണ് വരുന്നത്. ഏറ്റവും സാന്ദ്രത കൂടിയതാണ് ഹണി, അത് കഴിഞ്ഞാൽ സോപ്പ് വെള്ളം, ജലം, ഓയിലൊക്കെ സാന്ദ്രത കുറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന പെട്രോളും സാന്ദ്രത, നമ്മൾ ഡെൻസിറ്റി കൂടിയ നമ്മൾ പെട്രോളും വെള്ളവും ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, താഴെ വെള്ളവും മുകളിലായിരിക്കും പെട്രോളും എന്ന് പറയുന്നത്. പെട്രോളും മണ്ണെണ്ണയൊക്കെ കാരണം ഉണ്ടാകുന്ന തീപിടുത്ത സമയത്ത് നമ്മൾ പറയും ഒരിക്കലും ജലം ഉപയോഗിച്ച് തീ അണയ്ക്കരുത് എന്ന് പറയും. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിയുമ്പോഴേക്കും ഡീസലും മണ്ണെണ്ണയും വെള്ളത്തിന്റെ മുകളിലേക്ക് വ്യാപിക്കുകയും തീ ആളിക്കത്തുകയും ചെയ്യും. സോ ഇതാണ് ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ട ചില ഫാക്ടേഴ്സും. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ യൂണിറ്റുകളും അളവുകളും എഴുതുമ്പോൾ നമ്മൾ ശീലിക്കേണ്ട ചില ഇൻസ്ട്രക്ഷൻസ് ആണ് ഓർത്തിരിക്കേണ്ടത്. നമുക്ക് 10 നിയമങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഒന്നാമത്തെ റൂൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പൊതുവെ യൂണിറ്റുകൾ എഴുതുമ്പോൾ എപ്പോഴും യൂണിറ്റുകളുടെ ചെറിയ അക്ഷരം മാത്രമേ സിമ്പലുകളായിട്ട് ഉപയോഗിക്കാവൂ. ഇതുപോലെ സ്മോൾ ലെറ്ററിൽ മീറ്റർ, സെക്കൻഡിന് എസ് സ്മോൾ, കിലോഗ്രാമിന് ഇതുപോലെ സ്മോൾ ലെറ്റർ ഉപയോഗിക്കണം. എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ചില സയന്റിസ്റ്റുമാരുടെ ബഹുമാനാർത്ഥമാണ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറ്. ഇപ്പോൾ അലക്സാണ്ടർ വോൾട്ടയുടെ ബഹുമാനാർത്ഥം നമ്മൾ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നതിന് ക്യാപിറ്റൽ വി കൊടുക്കാറുണ്ട്. പാസ്കലിന് നമ്മൾ ക്യാപിറ്റൽ പി എ കൊടുക്കാറുണ്ട്. ബലത്തിന്റെ യൂണിറ്റ് ആയിട്ടുള്ള ന്യൂട്ടണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എൻ ഉപയോഗിക്കാറുണ്ട്. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ എന്ത് ലെറ്റർ ഉപയോഗിക്കാവൂ? സ്മോൾ ലെറ്റർ മാത്രമേ ഉപയോഗിക്കാവൂ. മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്, നമ്മൾ പ്രതീകം അല്ലെങ്കിൽ സിമ്പല് എഴുതുന്നതിന് പകരം യൂണിറ്റുകളുടെ പേരാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ അതും എപ്പോഴും എങ്ങനെയായിരിക്കണം? സ്മോൾ ലെറ്ററിലായിരിക്കണം. ഒരിക്കലും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ പാടില്ല. അത് തെറ്റാണ്. സോ സിമ്പലുകളും സ്മോൾ ലെറ്ററിലായിരിക്കണം. പക്ഷെ ചില സയന്റിസ്റ്റുമാരുടെ ഓർമ്മയ്ക്കാണെങ്കിൽ അത് ക്യാപിറ്റൽ ലെറ്റർ എടുത്തു. പക്ഷെ അവയുടെ പേര് എഴുതുമ്പോൾ അതെപ്പോഴും എന്തിലായിരിക്കണം? സ്മോൾ ലെറ്ററിൽ ആരംഭിക്കണം. നാലാമത്തെ റൂൾ എന്ന് പറയുന്നത്, ഒരിക്കലും പ്രതീകങ്ങൾ അല്ലെങ്കിൽ സിമ്പലുകൾ എഴുതുമ്പോൾ ബഹുവചനം ഉപയോഗിക്കരുത്. അത് തെറ്റാണ്. സെന്റിമീറ്റേഴ്സ്, കിലോഗ്രാംസ്, ഇതൊക്കെ എന്താണ്? തെറ്റാണ്. 10 കിലോഗ്രാം, 75 സെന്റിമീറ്റർ, ഇങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാവൂ. അഞ്ചാമത്തെ നിയമം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വാക്യത്തിന്റെ അവസാനത്തിലല്ലാതെ പ്രതീകത്തിന് ശേഷം നമ്മൾ കുത്തോ കോമയോ ഒന്നും ഉപയോഗിക്കരുത്. അതായത് മേശയുടെ നീളം 75 സെന്റിമീറ്റർ ആണെന്ന് പറയാം, അതിന് പകരം 75 സെന്റിമീറ്റർ ഒക്കെ കഴിഞ്ഞ് ഒരു കുത്തിടുന്നത് തെറ്റായിട്ടുള്ള പ്രവണതയാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ആറാമത്തെ റൂൾ എന്ന് പറയുന്നത്,
ചില ഡിറൈവ്ഡ് യൂണിറ്റുകൾ അല്ലെങ്കിൽ വിൽപ്പന യൂണിറ്റുകളിൽ നമ്മൾ ചരിഞ്ഞ വര അല്ലെങ്കിൽ പെർ എന്ന് പറയുന്ന സിമ്പൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഈ പെർ എന്ന് പറയുന്ന സിമ്പൽ ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഒരു തവണയെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതാണ് ശരി. ഒന്നിൽ കൂടുതൽ തവണ പെർ എന്ന് പറയുന്ന സിമ്പൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഉപയോഗിക്കാൻ പാടില്ല. അതെന്താണ്? തെറ്റാണ്. ഏഴാമത്തെ റൂളാണ്, ചില യൂണിറ്റുകളുടെ ഗുണിത ഫലങ്ങളൊക്കെ നമ്മൾ എഴുതുമ്പോൾ ഒന്നുകിൽ അവയ്ക്ക് ഇടയിൽ നമ്മൾ ഒരു കുത്ത് ഉപയോഗിച്ച് എഴുതുക, അല്ലെങ്കിൽ അവയ്ക്കിടയിൽ ഒരു സ്പേസ് ഇട്ടിട്ട് എഴുതുക. ഒരിക്കലും ചേർത്ത് എഴുതരുത്. അത് തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. ഫൈനലി എട്ടാമത്തെ റൂൾ എന്ന് പറയുന്നത്, യൂണിറ്റിന്റെ പ്രതീകവും യൂണിറ്റിന്റെ പേരും ഒന്നും ഒരിക്കലും ഇടകലർത്തി നമ്മൾ ഉപയോഗിക്കരുത്. ഒന്നുകിൽ നമ്മൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതണം, അല്ലെങ്കിൽ കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എന്നുള്ളത് മുഴുവൻ വേർഡ്സിൽ എഴുതണം. ഒരിക്കലും പകുതി വേർഡ്സിലും പകുതി സിമ്പലുകളിലുമായി എഴുതാൻ പാടില്ല. അത് തെറ്റായിട്ടുള്ള രീതിയാണ്. ഒന്നുകിൽ പൂർണ്ണമായും സിമ്പിൾസ് ആയിരിക്കണം, അല്ലെങ്കിൽ പൂർണ്ണമായും എന്തായിരിക്കണം? വേർഡ്സിൽ വേണം എഴുതേണ്ടത്. ഫൈനലി ലാസ്റ്റ് 2 റൂൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, 9th റൂളാണ്, അളവുകളുടെ മൂല്യവുമായി ചേർത്ത് നമ്മൾ ഒരിക്കലും യൂണിറ്റ് എഴുതാൻ പാടില്ല. അവയ്ക്കിടയിൽ ഒരു സ്പേസ് എപ്പോഴും കീപ്പ് ചെയ്യണം. നമ്മൾ പൊതുവെ എഴുതുന്നത് എങ്ങനെയാ? 273 കെൽവിൻ എന്ന് എഴുതിയാൽ ആ 3നും കെൽവിനും ഇടയിൽ ഒരു സ്പേസ് പോലും കാണൂല. അത് തെറ്റായിട്ടുള്ള രീതിയാണ്. ഇങ്ങനെ എഴുതാൻ പാടില്ല. എപ്പോഴും നമ്മൾ എങ്ങനെ എഴുതാവൂ? ഇതുപോലെ എഴുതാവൂ. അതുപോലെ ഒരു അളവിനെ സൂചിപ്പിക്കാൻ ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ നമ്മൾ ഉപയോഗിക്കരുത്. 10.25 മീറ്റർ എന്ന് നമുക്ക് എഴുതാം. അല്ലാതെ ഒരിക്കലും 10 സെന്റിമീറ്ററും 25 മില്ലിമീറ്ററും എന്നൊന്നും എഴുതരുത്. അത് തെറ്റായിട്ടുള്ള ഒരു രീതിയാണ്. നമ്മൾ സൂര്യന്റെ പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം നമ്മൾ ചോദിച്ചാൽ നമ്മൾ പൊതുവെ പറയും, സൂര്യന്റെ പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയമാണ് 8 മിനിറ്റും 20 സെക്കൻഡും. പക്ഷെ ഇങ്ങനെയാണോ ഇത് എഴുതേണ്ടത്? നമ്മൾ എങ്ങനെ എഴുതാവൂ? 8.2 സെക്കൻഡ് എന്ന് വേണം എഴുതാൻ. ഓക്കെ, സോറി, 8.2 മിനിറ്റ് എന്ന് വേണം എഴുതാൻ. അതായത് 8 മിനിറ്റും 2 സെക്കൻഡും എന്നാണ് അത് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെ വേണം എഴുതി ശീലിക്കേണ്ടത്. കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഒരുപാട് പേർക്ക് തെറ്റിയൊരു ചോദ്യമാണ്. ഒരുപാട് പേര് ഒന്നും നോക്കാതെ 8.2 സെക്കൻഡ് എഴുതി. അത് തെറ്റാണ്. അത് മീൻ ചെയ്യുന്നത് എന്താണ്? 8 സെക്കൻഡും 2 മില്ലി സെക്കൻഡും എന്നാണ് മീൻ ചെയ്യുന്നത്. സോ ഇതാണ് യൂണിറ്റുകളും അളവുകളും എഴുതുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട 10 നിയമങ്ങൾ. സോ ഇത്രയുമാണ് ഓവറോൾ യൂണിറ്റുകളും അളവുകളും എന്ന് പറയുന്ന പോർഷനിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.